നമസ്കാരം. ഇന്ത്യ US വ്യാപാര കരാർ വലിയ പ്രതിസന്ധികളെയൊക്കെ മറികടന്നാണ് നമ്മൾ ഈ വലിയ വ്യാപാര കരാറിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് സത്യത്തിൽ ഇന്ത്യക്കെതിരെയുള്ള ഭീഷണിയാണോ, ആ ഭീഷണിയിൽ ഇന്ത്യ വീണുപോയതാണോ? ഇങ്ങനെ വലിയ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും പല ഇടങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. കാരണം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുവാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ വിജയിച്ചു എന്നാണോ ഈ വ്യാപാര കരാറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ട്രംപിൻ്റെ രണ്ടാം വരവ് ഇന്ത്യക്കാർ ആശങ്കയോടുകൂടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് വിജയം കണ്ടിരുന്നത്. കാരണം കഴിഞ്ഞ ഒരു പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഇന്ത്യയോടുള്ള നിലപാടുകളൊക്കെ നമ്മൾ കണ്ടവരാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വരെ ഇന്നും എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ പൊതുവെ പണ്ട് മുതൽ നമ്മൾ സൃഷ്ടിച്ചു വിട്ട ഒരു നരേറ്റീവ് ഉണ്ട്. സാമ്രാജ്യത്തെ അധിനിവേശ വലിഞ്ഞു കയറ്റ നുഴഞ്ഞു കയറ്റ കുഴപ്പം പിടിച്ച ഒരു രാജ്യമാണ്. അപ്പൊ ഈ അമേരിക്കയുമായിട്ടുള്ള ഏത് കരാറിനെയും ഇന്ത്യക്കാർ പൊതുവെ സംശയത്തോടു കൂടിയേ കാണുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ട്രംപ് അങ്ങ് നിശ്ചയിക്കുകയാണ് ഈ ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യ വാങ്ങുന്ന എണ്ണയ്ക്ക് തീരുവ ഒറ്റയടിക്ക് ഏകപക്ഷീയമായി അങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, ഞങ്ങളുടെ എണ്ണ വാങ്ങാൻ ഇത്രയും തീരുവ തരണം, നിങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങാനും പാടില്ല. ഇന്ത്യ പോലെ ഒരു വലിയ രാഷ്ട്രം ആരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ട്രംപാണ്. അപ്പോൾ ട്രംപിന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഈ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കെപ്പോഴും ചോദിക്കുക. എൻ്റെ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. കാരണം എപ്പോഴും ഇന്ത്യയുടെ പല പ്രശ്നങ്ങളിലും ഇങ്ങനെ കടന്നു കയറിക്കൊണ്ട് ട്രംപിന്റെ വാദഗതികളാണ് വരുന്നത്. ട്രംപാണ് അഭിപ്രായം പറയുന്നത്. ട്രംപിന്റെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് മോദി അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഡൊണാൾഡ് ട്രംപാണോ? അത് ഈ ചില വ്യക്തികൾക്ക് ചില രാജ്യത്തെയും ചില വ്യക്തികളെയും കുറിച്ചും എന്തും ഇങ്ങനെ പറയുമ്പോൾ ഒരു സാമാന്യ മനുഷ്യ ചിന്ത സംശയം പോകുന്നത് ഈ അദ്ദേഹത്തെ പേടിക്കാനായിട്ടുള്ള എന്തെങ്കിലും കയ്യിൽ കാണും. ആ ഭയം കൊണ്ടും പേടി കൊണ്ടും ഒക്കെ ആയിരിക്കാം ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ട്രംപ് ഇന്ത്യയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നുള്ള ഒരു തോന്നൽ ഇന്ത്യയിലെ എല്ലാ പേർക്കും. ട്രംപിന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മാത്രം എന്താണ് ഇന്ത്യയുടെ രഹസ്യം? അല്ലെങ്കിൽ മോദിയിൽ നിന്ന് എന്താണുള്ളത്? അങ്ങനെ മോദിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക ട്രംപ് ഈ സമീപ ദിവസങ്ങളിൽ വരുന്ന പല വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മളുടെ കുപ്രസിദ്ധ ലൈംഗിക സെലിബ്രിറ്റി ഉണ്ടല്ലോ, ജെഫ്രി എപ്സ്റ്റൈൻ, അദ്ദേഹത്തിന്റെ ലക്ഷക്കണക്കിന് മെയിലുകളും അതും ഇതുമൊക്കെ ഉള്ളതിൽ നരേന്ദ്രമോദിയുടെ പേര് ഒരുപാടടുത്ത് പരാമർശിക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തില്ലേ? അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം. ഈ പലരെയും നിർവീര്യമാക്കാൻ പറ്റുന്നത് അതിൽ വാസ്തവമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ പറ്റുമല്ലോ. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരു വനിത പിറകിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ചിത്രം വന്നപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് കണ്ടെത്തിയ നരേറ്റീവൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? അതേപോലെ ഇതും എന്തുകൊണ്ട് വന്നുകൂടാ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് കഴമ്പ് കാണും. അതുകൊണ്ടായിരിക്കാം മിണ്ടാത്തതെന്നും ആ അർത്ഥത്തിലും ആ കോണിലും ആളുകൾ കാണുന്നുണ്ട്. ശരിയാകാം, തെറ്റാകാം. അപ്പോ ഇവിടെ നോക്കൂ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അതിങ്ങനെ നമ്മള് ക്രിക്കറ്റിന്റെ അടുത്ത വിക്കറ്റുകൾ വീഴുന്നത് കാണുന്നത് പോലെ ഇങ്ങനെ പാകിസ്ഥാന്റെ വിക്കറ്റൊക്കെ ഇപ്പം വീഴുമെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ കേൾക്കുന്ന വാർത്ത എന്താ? കളി നിർത്തി, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിർത്തിയതാരാ? ട്രംപാണ് വിസിലടിച്ചിട്ട് നിർത്താൻ പറഞ്ഞോണ്ടേ ഇന്ത്യ നിർത്തി എന്ന് പറഞ്ഞാൽ, അമേരിക്ക പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ കേട്ടു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതമില്ല. പക്ഷെ അമേരിക്ക പറഞ്ഞപ്പോൾ ഇന്ത്യയും ട്രംപും കേട്ടു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ലജ്ജാകരമായ, മോഡിയും ഇന്ത്യയും കേട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഈ 56 ഇഞ്ചിന്റെയൊക്കെ ആവശ്യം എന്താ? 56 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തി വേണ്ടേ? അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ട്രംപ് മുൻകൈ എടുക്കുന്നു.
അത് മാത്രമല്ല കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് റഷ്യയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ബന്ധം. അതെ, നയതന്ത്ര ബന്ധം ഇത്രത്തോളം ശക്തമായിട്ടുള്ള മറ്റൊരു രാജ്യമില്ല. അപ്പോൾ അവരുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വ്യാപാര കരാറുകൾ നടക്കുന്നുണ്ട്, ആയുധ കരാറുകൾ നടക്കുന്നുണ്ട്, സൈനിക ശക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് റഷ്യയുമായിട്ട്. അത് കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ അതുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ വലിയ ഉപരോധം എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ട് ട്രംപ് ഏർപ്പെടുത്തിയപ്പോൾ പോലും രക്ഷപ്പെടുത്തിയത് റഷ്യയാണ്. റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എണ്ണ കരാറുകൾ ഉണ്ടാക്കുന്നു, എണ്ണ വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷെ അവിടെയാണ് മോദിയുടെ ചില തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ തന്ത്രങ്ങളാണോ അതോ താങ്കൾ ഈ പറയുന്ന പോലുള്ള ബ്ലാക്ക് മെയിലിംഗ് ഒരു സംവിധാനം വരുന്നതുകൊണ്ട് അതിനെ ഒരു തടയിടുന്നതിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നതാണോ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ തലകുനിച്ചാണോ ട്രംപിനോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, ഈ ഇന്ത്യ അമേരിക്കയോട് കാണിക്കുന്ന നിലപാട് ഒരു പക്ഷേ ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ വീക്ഷിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ്. കാരണം ഇന്ത്യ പണ്ട് അമേരിക്കയുടെ നിക്സൺ പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോഴൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകളുണ്ട്. 7ാം നാവിക പടയെയൊക്കെ 1971 ഇങ്ങോട്ട് അയക്കുമെന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞ അവരെന്നല്ല, ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിമാരും അവരുടെ നെഞ്ചളവ് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു സ്ത്രീയായ ഇന്ദിരാഗാന്ധിയോട് നിങ്ങൾ യുദ്ധം നിർത്തണം, ഞാൻ 7ാം നാവിക പടയെ അങ്ങോട്ട് അയക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇപ്പോഴും നമുക്കറിയില്ലേ? ഇങ്ങോട്ട് അയച്ചോടുക, നീ വരുന്നവര് തിരികെ പോണോ വേണ്ടായോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ട്രംപാണ് ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം അതിനെ തള്ളിപ്പറയുകയോ എൻഡോഴ്സ് ചെയ്യുകയോ ചെയ്തിട്ട്, എൻഡോഴ്സ് ചെയ്യണ്ട, തള്ളിപ്പറയാതിരിക്കുന്നിടത്തോളം കാലം അത് അംഗീകരിക്കലാണല്ലോ. തീർച്ചയായും. അല്ലാതെ അയാൾ സമ്മതിച്ചോ? അതാണ് പറഞ്ഞത്, ഈ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനോട് ഇത്ര വിധേയത്വം കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മോദി എത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനീത വിധേയനായിട്ട് ട്രംപിന്റെ മുന്നിൽ നിൽക്കുന്ന മോദിയാണ് കാണാൻ കഴിയുന്നത്. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണെങ്കിലും ശരി, ഇപ്പോൾ ബാക്കിയുള്ള റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലാണെങ്കിൽ ശരി, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ട്രംപാണ്. ട്രംപ് അങ്ങനെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട് എങ്കിൽ അത് ഇന്ത്യ നൽകുന്ന പരിഗണനയല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ മറ്റ് ഒരു വലിയ വിഷയം നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരി 6-നോ 7-നോ ആണെന്ന് തോന്നുന്നു, 104 ഇന്ത്യക്കാരെ കയ്യിലും കാലിലും ശരീരത്തിലും മുഴുവൻ ചങ്ങലയിട്ട് അനധികൃത കുടിയേറ്റക്കാരെന്നും പറഞ്ഞ് ഡൽഹി എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയത് ശ്രീ ഗോപകുമാർ ഓർമ്മിക്കുന്നില്ലേ? ഒരക്ഷരം അതിനെക്കുറിച്ച് പാർലമെന്റ് നടക്കുന്ന സമയത്താണ് ഒരക്ഷരം അമേരിക്ക ഇന്ത്യക്കാരോട് കാണിച്ച ഈ അവഹേളനം മറ്റു പല രാജ്യക്കാരെയും നാടുകടത്തി. ഇപ്പൊ അനധികൃത കുടിയേറ്റക്കാരെ മാന്യമായി നിയമപരമായി അവരുടെ അന്തസ് പാലിച്ചുകൊണ്ട് തന്നെ ഇതിനു മുമ്പും ഇന്ത്യക്കാരെ ഇതേപോലെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവരെ കൊണ്ടുവന്നതൊക്കെ വിമാനത്തിൽ മാന്യമായ സീറ്റും കൊടുത്ത് സാധാരണ ഒരു യാത്രക്കാരൻ പോകുന്ന പോലെയാണ്. ഇവിടെ 41 മണിക്കൂർ ടോയ്ലറ്റിൽ പോലും പോകാതെയൊക്കെ ഈ രീതിയിലാക്കിയിട്ടും നമ്മുടെ പ്രധാനമന്ത്രി മിണ്ടിയില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നമ്മള് ചില കുടുംബജീവിതത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ ഭർത്തൃപീഡനവും ഭർത്തൃ കുടുംബത്തിന്റെ ഭയങ്കരം പീഡനങ്ങൾ വന്നാലും ചില സ്ത്രീകൾ മിണ്ടില്ല എന്നൊക്കെ. ഇത് അതിനേക്കാൾ ദയനീയകരമല്ലേ? അപ്പോൾ ഒരു രാജ്യമാണ്, വ്യക്തിയല്ല, ഇന്ത്യയുടെ അഭിമാനമാണ് തല കീഴായി പോകുന്നത്. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായി ജയിച്ചു എന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ പ്രചരണം നടത്താനായിട്ട് ഇവിടുന്ന് ടീമിനെയും വിട്ടു. അവര് പോകുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യക്കാരൻ നിങ്ങൾ എന്തിനാണ് ഈ യുദ്ധം നിർത്തിയത് ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ചാൽ ഈ പോയ ടീം എന്തോ മറുപടി പറയും. അപ്പൊ ഒരു സൈഡിലൂടെ രാജ്യത്തിന് ഏറ്റവും വലിയ അപമാനം, വ്യക്തിപരമായി പ്രധാനമന്ത്രിക്ക് അപമാനം. അത് പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നമല്ല. ചിലർ പറയുമല്ലോ, ഇന്നാരെന്നെ എന്ത് പറഞ്ഞാലും അടിച്ചാലും ഞാൻ കൊള്ളും. അതൊരു വ്യക്തിക്ക് കൊള്ളാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചാൽ അത് ഇന്ത്യയെ ആക്ഷേപിക്കുന്നതിന് തീർച്ചയായിട്ടും. ഈ വ്യാപാര കരാർ ഇങ്ങനെ നടക്കുന്നു, ഈ വ്യാപാര കരാർ എന്തായാലും നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിന് ഗുണം ഇന്ത്യക്ക് ഉണ്ടാവും തോന്നുന്നു. ഈ വ്യാപാര കരാറില് കൃത്യമായി ഈ ചില കരാറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആ കരാറിന്റെ എല്ലാം നമ്മൾക്ക് വെബ്സൈറ്റിൽ കിട്ടും. ഇപ്പൊ ഇന്ത്യ ഇതിനു മുമ്പ് നടത്തിയ എത്രയോ കരാറുകളുണ്ട്, ഇപ്പോഴും നമ്മൾക്ക് വെബ്സൈറ്റിൽ കിട്ടും. ഘാട്ട് കരാർ, ആണവ കരാർ, ആസിയാൻ കരാർ,
അപ്പൊ ആ കരാറുകളുടെ A to Z നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് എടുക്കുന്നത്. ഇവിടെ വേഗാണ്, കൃത്യമായി ഈ ഒരു കരാർ എന്ന് പറയാൻ പോലും നമ്മൾക്ക് പറ്റില്ല. കാരണം അമേരിക്ക ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഉടൻ നമ്മൾ ചെയ്തത് എന്താ? ഓടി റഷ്യ എടുക്ക പോയി. ഈ റഷ്യ എടുക്ക നമുക്ക് നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ എപ്പോൾ വേണം നമ്മുടെ കുടുംബ സുഹൃത്ത് അല്ലെങ്കിൽ ജന്മ ബന്ധു എന്നൊക്കെ പറയാവുന്നതാണ്. അമേരിക്ക ജന്മശത്രു എന്നാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ റഷ്യ അങ്ങനെയല്ല. ചേര നയമുള്ളപ്പോൾ പോലും മുതലാളിത്ത ചേരിയായ അമേരിക്കയോട് ഒട്ടും അടുക്കാതെയും ഒരു സോഷ്യലിസ്റ്റ് ചേരിയായ റഷ്യയോട് നമ്മൾ കുറെ ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവരുടെ നയങ്ങൾ നമ്മൾക്ക് അനുകൂലമായത് കൊണ്ടും കൂടിയാണ്. ആ റഷ്യയാണ് ഇപ്പോൾ പിണക്കിയിരിക്കുന്നത്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ട്രംപ് ഏത് നിമിഷവും കാലുവാരുന്ന ആളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ട്രംപിന്റെ കൂടെ പോയി ഈ റഷ്യയും കൂടി നമ്മളോടുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താ? ഇപ്പൊ നമ്മൾ നമ്പർ 1 ആണ്, സ്വയം പര്യാപ്തമാണെന്നൊക്കെ പറയാനേ പറ്റൂ. നമ്മൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റുമതിയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു വെക്കേ പറ്റൂ. കർഷകർക്ക് ഗുണകരമാണെന്നൊക്കെയാണ് പറയുന്നത്. ഏതർത്ഥത്തിലാണ് ഈ കർഷകർക്ക് ഇത് ഗുണമാകുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? കർഷകരുടെ പുറത്താണ് ഇപ്പൊ ഫെബ്രുവരി മാസം 12-ാം തീയതി വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ നടക്കാൻ പോകാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് ലാഭം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയല്ല. എന്നാൽ ഉണ്ടായിരുന്ന റഷ്യയുള്ള നല്ല ബന്ധത്തിനെ ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പൊ വ്യാപാര കരാർ കൊണ്ട് ഗുണമുണ്ടാകില്ല എന്നുള്ളതാണ് താങ്കളുടെ ഒരു വാദം എന്ന് പറഞ്ഞു. വ്യാപാര കരാർ കൊണ്ട് ഏതെങ്കിലും 1-2 ചില മേഖലകളിൽ ഇപ്പൊ നമ്മള് ചില മരുന്ന് കഴിച്ചാൽ ഒരു പ്രയോജനം ഇല്ല എന്ന് പറയാനൊക്കില്ല. ചിലപ്പോ എന്തെങ്കിലും ഒരിത്തിരി പ്രയോജനം കിട്ടിയേക്കും. പക്ഷെ ആ മരുന്നിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു 50 ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോ 2 ഗുണമേ കിട്ടുള്ളൂ. 50 ഗുണം കിട്ടുമെന്ന് പറഞ്ഞ് 2 ഗുണം കിട്ടിയാൽ അത് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കയ്യിരുന്നത് പോവുകയും ചെയ്തു അല്ലേ? കയ്യിലിരുന്നത് പോയി. ഇത് ഉറ്റാലിയിൽ കിടന്നതുമില്ല കിഴക്കുന്നു വന്നതുമില്ല എന്നൊക്കെ നാടൻ ഭാഷയിൽ പണ്ട് നമ്മൾ പറയും. അതുപോലെയാണ് ഇന്ത്യ ഇപ്പോഴത്തെ ഒരവസ്ഥ വ്യാപാര കരാർ എന്ന് പറയുന്നത്. എന്തായാലും ട്രംപ് ഇനി അടുത്ത ഒരു കാര്യം കൂടി അതിനകത്തുണ്ട്. ഈ ട്രംപ് കഴിഞ്ഞ നവംബറിൽ ഇന്ത്യക്ക് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ കുറെ പ്രോഡക്ട്സുകളുടെയൊക്കെ തീരുവയൊക്കെ വേണ്ടാന്ന് വെച്ചു. അത് ആ രാജ്യങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, ഈ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മളെ ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കൊടുത്താലേ ജീവിച്ചു പോകാൻ പറ്റൂ. അങ്ങനെ അമേരിക്കക്കാരന് ജീവിക്കാൻ വേണ്ടി ടാക്സ് ഒഴിവാക്കി കൊടുത്തിട്ട് നമ്മളോട് കാണിച്ച വലിയ മഹാമനസ്കതയാണ് എന്നൊക്കെ പറഞ്ഞു പോകാമെന്നല്ലാതെ ആ പറഞ്ഞ സൗജന്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വ്യാപാര കരാറിന്റെ ഭാഗമാണെന്ന് വീണ്ടും പറയുന്നത്. അപ്പൊ ഇത് തികച്ചും കളിപ്പീരാണെന്നുള്ളതിന് യാതൊരു തർക്കവും. അതായത് ട്രംപ് എപ്പോ വേണമെങ്കിലും നിറം മാറാം ഒന്നിനെ പോലെ വീണ്ടും ഇന്ത്യക്ക് ഒരു പണി വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം കരാർ ഒപ്പിട്ടാൽ പോലും പാലിക്കാത്ത ആളിന്റെ ഈ അപ്രഖ്യാപിത കരാറുകൾ ഇനി യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മളൊരു കരാർ ഇതിന്റെ ഇടയ്ക്ക് ഒപ്പിട്ടല്ലോ. ഈ കരാർ ഒപ്പിട്ടപ്പോ ആ കരാർ ഇങ്ങോട്ട് പോയി. ഒരു വസ്തു ഒരേ സമയം 2 പേർക്ക് വിൽക്കാമെന്ന് ചില കുബുദ്ധികൾ 2 പേർക്കും എഗ്രിമെന്റ് ചെയ്യും. അവസാനം ആർക്ക് വിൽക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ആയി പോകുന്നില്ലേ? തീർച്ചയായിട്ടും.